അപ്പം നമ്മൾ ദൈവത്തിരുസന്നിധി നമുക്ക് ഇപ്പോൾ പത്രം വാങ്ങിച്ച് പത്രം കൊണ്ടുപോയി 10 പത്രം വെച്ച് ഓരോ ദിവസം കൊടുക്കുകയില്ലേ? 100 പത്രം വാങ്ങിക്കുന്നവർ എന്താ ചെയ്യണത്? അവർ പത്രം എല്ലാം ഒരുമിച്ച് കൊടുക്കത്തില്ല. ഓരോ ദിവസം 10 പത്രം കൊണ്ടുപോകും എവിടെയെങ്കിലും പോകുമ്പോൾ, എന്നിട്ട് ബൈ പേഴ്സൺ കൊടുക്കും. അപ്പോൾ ദൈവം അത് കാണുന്നുണ്ട്. അല്ല, നിങ്ങൾ കുമ്പസാരക്കൂടിനെ അവിടെ കൊണ്ട് പാത്തിട്ടിട്ട് ഓടിക്കളരുത്. ഇപ്പം ചിലരെ പത്രം, അതുകൊണ്ടാണ് ചില ആൾക്കാർ ഇപ്പോൾ കൗൺസിലിന് വരുമ്പോഴാണ് ഈ പ്രോയും കോന്തറ അടിച്ചു നിൽക്കുമ്പോൾ ഞാൻ പറയും, നിങ്ങളെ പത്രം എന്താ ചെയ്തത്, നിങ്ങൾ എന്നാ കുമ്പസാരിച്ചതെന്നൊക്കെ ചോദിക്കും. അതോടെ പിടിയും പിന്നെ എന്താ കാര്യം? ഇവരെല്ലാ കുഴപ്പത്തരം കാണിച്ചിട്ടാണ് ഇവിടെ കാര്യം കാണാൻ വേണ്ടി ചുറ്റുമെടുത്ത് നമ്പരെടുത്ത് ഡേറ്റ് എടുത്ത് വന്നിരിക്കണത്. അപ്പോൾ മെസ്സേജ് എടുക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. അപ്പം അതുകൊണ്ട് ഒരു കാരണവശാലും ഒരു പണിയും ചെയ്യരുത്. ആ പത്രം ഏറ്റവും വലിയ സംഭവമാണ്. എന്താണ്? അത് മരിയൻ മിഷനാണ്. അമ്മയുടെ ജോലി എന്തായിരുന്നു? യേശുവിനെ ലോകത്തിന് കൊടുത്ത ആളാണ് അമ്മ. അപ്പോൾ നമ്മൾ ഈ പത്രം കൊടുക്കുന്നത് എന്തിനാണ്? യേശുവിനെ അമ്മയെപ്പോലെ ലോകത്തിന് കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ 200 വീട്ടുകാരെ ഒരു പള്ളിയിലുണ്ടെങ്കിൽ അവിടെ കൊണ്ട് 2000 പത്രം വെച്ചാൽ എങ്ങനെ ശരിയാകണത്? അവിടെ വെക്കരുത്. നിങ്ങൾ വീടാന്തരം കൊണ്ടുനടന്ന് കൊടുക്കണം. എന്ത് ജാതിക്കാരായാലും എല്ലാ സൃഷ്ടികളോടുമാണ് നമ്മൾ സുവിശേഷം പ്രസംഗിക്കേണ്ടത്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രദ്ധിക്കട്ടെ. കർത്താവായ ദൈവമേ, ഉടമ്പടി പ്രകാരമുള്ള 4ാമത്തെ പ്രമേയ പ്രകാരമുള്ള കൃപാസനം പ്രേക്ഷിത ശുശ്രൂഷയെ, സുവിശേഷ ശുശ്രൂഷയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി ശക്തമായി ശ്രദ്ധിക്കട്ടെ. കർത്താവെ, ഓരോ പത്രവും ആത്മാവാണല്ലോ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. കർത്താവായ ദൈവമേ, പത്രം വായിക്കുന്ന മക്കള്, അത് വിതരണം ചെയ്യുന്ന മക്കള്, കർത്താവെ, ഉടമ്പടി ദൈവപ്രകാരം അത് കൈകാര്യം ചെയ്യുന്നവരെ പരിശുദ്ധാത്മാവിൽ ശക്തിപ്പെടുത്തണമേ, സുവിശേഷ സാക്ഷിയാക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ പിടിച്ചുകൊണ്ട് കൈകൾ പരിശുദ്ധാത്മാവേ, 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 വരിക ഞങ്ങളിൽ നീ, പരിശുദ്ധാത്മാവേ, വരിക ഞങ്ങളിൽ നീ, പരിശുദ്ധാത്മാവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇന്നും മുഴുവൻ ഈശോ സംസാരിച്ചിരിക്കുന്നത് എന്താണ്? വിശ്വസ്തതയെക്കുറിച്ചാണ്. വിശ്വസ്തതയാണ് ദൈവതിരുസന്നിധിയിലുള്ള സമ്പന്നത. ഇപ്പം ബെസ്സാനോസൊക്കെ ഇത്രയും വലിയ സമ്പത്തുണ്ടാകാൻ കാര്യം എന്താ? അവരുടെ സഹനം ടെസ്റ്റിൻ്റെ കാലത്ത്, പരീക്ഷണത്തിൻ്റെ കാലത്ത് അത് യേശുനാമത്തിൽ അവരേറ്റെടുത്ത കൊണ്ടാണ്. യേശുനാമത്തിലാണ് കൃപയെല്ലാം നിറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യേശുവിൻ്റെ കൃപ, ഇപ്പോൾ ഉപവാസ ദിവസം എന്തുകൊണ്ടാണ്? നമ്മുടെ ശരീരം ബലഹീനമാക്കുകയാണ്. അപ്പോൾ ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കാൻ പറ്റുന്ന ആധ്യാത്മിക സാഹചര്യങ്ങൾ നിലനിന്ന് പോകാൻ വളരെ ബോധപൂർവം ഉടമ്പടി വളരെ ആത്മീയ ശാസ്ത്രമനുസരിച്ച് ദൈവം നമുക്ക് ഡിസൈൻ ചെയ്ത് തന്നിരിക്കുന്നതാണ്. കാര്യം അത് കൃപ അപ്ലോഡ് ചെയ്യണം എങ്ങനെയാണ്? 2 കൊരിന്ത്യർ 12:10 അനുസരിച്ച് ഇപ്പോൾ വെളിപ്പെട്ടത്, ഞാൻ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി ആർജിക്കാൻ വേണ്ടി ദൈവം ശക്തിയാണെന്ന് നമുക്കറിയാം. മത്തായിയുടെ സുവിശേഷം 26:64 മനുഷ്യപുത്രൻ ശക്തിയുടെ വലതുവശത്ത് ഉപവിഷ്ടനാകും. ലൂക്ക 1:35 പരിശുദ്ധാത്മാവ് ശക്തി, അത്യുന്നതൻ്റെ ശക്തി. 1 കൊരിന്ത്യർ 1:24 ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമായ യേശുക്രിസ്തുവും ശക്തി. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തിയാണ് നമ്മളിലേക്ക് അപ്ലോഡ് ചെയ്യണത്. എപ്പോഴാണ് ഈ ശക്തി നമ്മളിലേക്ക് വരണത്? ഞാൻ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. അപ്പം നിന്നെ ബലഹീനമാക്കുന്ന സാഹചര്യം ഉണ്ടാകും. ചിലപ്പോൾ നാട്ടുകാർ നിന്നെ തന്തയ്ക്ക് പിടിക്കുന്ന സമയം ഉണ്ടാകും.
നീ ഉടമ്പടി ചെയ്തുകൊണ്ടാണ് നീ മിണ്ടാണ്ടിരിക്കണത്. എന്താണ്? അപ്പം നാട്ടുകാരുടെ മുമ്പിലും മക്കളുടെ മുമ്പിലും നീ കൊച്ചായി, നീ ബലഹീനയായി. നീ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ബലഹീനതയിൽ ദൈവത്തിൻ്റെ ശക്തി നിന്നിലേക്ക് വരുന്ന സമയമാണ്. തിരിച്ചറിയുക ദൈവവേദന. കൈ അടിച്ച് കർത്താണ്. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, ശക്തി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവിക ശക്തി കർത്താവേ, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മ ശക്തി, അപ്പോസ്തലന്മാരില് പ്രവാചകന്മാരില് നിറഞ്ഞ ദൈവിക ശക്തി ഞങ്ങൾ നിറയ്ക്കണമേ. പരിശുദ്ധമ്മൽ നിറഞ്ഞ ദൈവിക ശക്തി, സഖ്യനൂട്ടിശാലം നിറഞ്ഞ ദൈവിക ശക്തി, യോദ്ധാ നദികൾ നിറഞ്ഞ ദൈവിക ശക്തി, താബോറിൽ നിറഞ്ഞ ദൈവിക അഭിഷേകം ഞങ്ങൾ നിറയ്ക്കണമേ. ഹല്ലേലൂയ. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മ ശക്തി എന്നിൽ നിറയട്ടെ. ചേർന്ന് പാടാം. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മ ശക്തി എന്നിൽ നിറയട്ടെ. കരങ്ങൾ ഉയർത്തി. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ. ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ. ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. യേശുക്രിസ്തുവിന്റെ പീഡാനുഭവങ്ങൾ വരുന്ന പോരായ്മ ഏറ്റു പറഞ്ഞേ. യേശുക്രിസ്തുവിന്റെ പീഡാ അനുഭവങ്ങൾ വരുന്ന പോരായ്മ. യേശുക്രിസ്തുവിന്റെ പീഡാനുഭവങ്ങളിൽ വരുന്ന പോരായ്മ ഞാൻ എൻ്റെ ശരീരത്തില് സംവഹിക്കുന്നു. അപ്പോൾ നമ്മുടെ ശരീരം യേശുക്രിസ്തുവിന്റെ പീഡാനുഭവങ്ങളെ സംഭവിക്കുമ്പോൾ നമ്മുടെ ശരീരം ആരുടെ ശരീരമാകും? ഈശോൻ്റെ ശരീരമാകും. ദൈവപിതാവ് ഈശോൻ്റെ ശരീരത്തിൻ്റെ പരിഗണന നമ്മുടെ ശരീരത്തിൽ തരുമ്പോഴാണ് നമ്മൾക്ക് ഈശോൻ്റെ കൃപ നിറയണത്. അങ്ങനെയാണ് സെബസ്ത്യാനോസൊക്കെ വിശുദ്ധനായത്. കൊളോസിയൻസ് 1:24 എന്താ പറയണത്? യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളിൽ വരുന്ന പോരായ്മ ഞാൻ എൻ്റെ ശരീരത്തിലെ സംവഹിക്കുന്നു. ശരീരത്തിൽ സംഭവിക്കാം, മനസ്സിൽ സംഭവിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും പീഡാനുഭവങ്ങൾ ഇപ്പം നാത്തുണ്ടെങ്കിൽ നിന്ന് കിട്ടിയാലും, അയൽവാസിയിൽ നിന്ന് കിട്ടിയാലും, ആങ്ങളുടെ നിന്ന് കിട്ടിയാലും, ഭർത്താവിൻ്റെ നിന്ന് കിട്ടിയാലും, ഭാര്യയുടെ നിന്ന് കിട്ടിയാലും, മനസ്സിനോ ശരീരത്തിന് വരുന്ന പോരായ്മ നമ്മൾ എന്ത് ചെയ്യും? വരുന്ന പീഡനങ്ങൾ എന്ത് ചെയ്യും? യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വീകരിക്കാം. യേശുക്രിസ്തുവിൻ്റെ ഉടമ്പടിക്കാലത്ത് വിശുദ്ധി സത്യം പ്രാപിക്കണം. അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന പീഡാനുഭവങ്ങളെ മാനസികമോ ശാരീരികമോ തെറ്റിദ്ധാരണയോ സംശയമോ അല്ലെങ്കിൽ നമ്മളെ ചവിട്ടിക്കൂട്ടുന്ന രീതിയിലുള്ള നമ്മളെ ഒരു പഴന്തുണിയുടെ വില പോലും നമുക്ക് തരാത്ത രീതിയിലുള്ള കടന്നുകയറ്റങ്ങളും അതിശക്തങ്ങളും കാണിക്കുമ്പോൾ യു ഡോണ്ട് ടോക്ക് അറ്റ് ഓൾ. നീ സംസാരിക്കരുത്. എന്താണ്? നീ ഉടമ്പടി ചെയ്തിരിക്കുന്ന ആളിൻ്റെ ജീവിത മാതൃകയാണ് നമ്മുടെ മാതൃക. അവൾ സംസാരിച്ചില്ല, ഹൃദയത്തിൽ സംഗ്രഹിച്ചു. എന്താണ്? അത് ശക്തിയുടെ സമയമാണെന്ന്, ദൈവത്തിൻ്റെ കൃപ ചൊരിയുന്ന സമയമാണെന്ന് അവൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ വിവേചനമുണ്ട്. ആ വിവേചനത്തിൻ്റെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഉടമ്പടി കാലത്ത് ഇതുപോലെ നമ്മളോർക്കും ദൈവമേ ഞാൻ ഉടമ്പടി ചെയ്തല്ലോ, ഞാൻ പ്രാർത്ഥിച്ചല്ലോ, ഞാൻ ഉപവസിച്ചല്ലോ, വിശുദ്ധീകരിച്ചല്ലോ, എന്നിട്ട് ഇവിടെ കുരിശാണല്ലോ എന്ന് പറഞ്ഞാൽ നിനക്ക് കുരിശ് തന്നില്ലേ, പിന്നെ ആർക്കാണ് കുരിശ് കൊടുക്കേണ്ടതെന്ന് ദൈവം തിരിച്ചു ചോദിച്ചാൽ നീ മിണ്ടാണ്ടിരിക്കേണ്ടി വരും. അതുകൊണ്ട് ദൈവപൈതലെ നീ ഇങ്ങനെയുള്ള പരീക്ഷണ സമയത്ത് നീ മൗനമായിരിക്കണം. കാര്യം കർത്താവ് യുദ്ധം ചെയ്യേണ്ട സമയമാണ്. അതാണ് പുറപ്പാട് 14 നിങ്ങൾ മൗനമായിരിക്കുക. കാര്യമെന്താണ്? കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ദൈവപൈതലെ ഏതെങ്കിലും സമയത്ത്, സഹനത്തിൻ്റെ സമയത്ത്, ഏതെങ്കിലും തെറ്റിദ്ധാരണയോ സംശയത്തിൻ്റെ സമയത്ത് അമ്മയെപ്പോലെ ലൂക്കാ 2:19 അനുസരിച്ചുകൊണ്ട് 2:48 അനുസരിച്ച് ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് ഈശോനെ പോലെ ഐസയ്യാ 53:7 അനുസരിച്ചുകൊണ്ട് കൊല്ലാൻ കൊണ്ടുപോകും കുഞ്ഞാടിനെ പോലെ നീ ആധ്യാത്മികമായ ആഴമുള്ള ഔന്നത്യമുള്ള മൗനം പാലിച്ചാൽ ആ മൗനം പുറപ്പാട് 14 അനുസരിച്ചുകൊണ്ട് മോസസ് നിശ്ചയിച്ച പുറപ്പാട് ജനതയ്ക്ക് നിശ്ചയിച്ച യുദ്ധ
അർദ്ധമൗനമാണ്. എന്താണ്? കർത്താവ് യുദ്ധം ചെയ്യാൻ പോകുന്നു, നീ മൗനമായിരുന്നാൽ മതി. ദൈവ പൈതലെ, ദൈവത്തിൻ്റെ നാമത്തിൽ, വചനത്തിൻ്റെ പേരിൽ നീ കർത്താവിൻ്റെ വചനം പാലിച്ചുകൊണ്ട് മൗനമായിരുന്നു കഴിഞ്ഞാൽ നിനക്ക് വേണ്ടി കർത്താവ് യുദ്ധം ചെയ്യുന്ന സമയമാണ്. നീ ജയിക്കുന്ന സമയമാണ്. നിന്റെ വിജയപേര് മുഴങ്ങുന്ന സമയമാണ്. കൈ അടിച്ച് കർത്താവ് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ മേൽ നിറയ്ക്കണമേ. ജീവിതത്തെ പ്രതികൂല സാഹചര്യങ്ങളിൽ കർത്താവെ, സങ്കടക്കടലിൽ മൗനം പാലിച്ച് കർത്താവെ, ജീവിതത്തെ പരിശുദ്ധാത്മയിൽ നിറഞ്ഞ പരിശുദ്ധാത്മ ശക്തി ആവാഹിച്ചെടുക്കുമ്പോൾ കർത്താവെ, ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യണമേ. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയ്ക്ക് മുമ്പിൽ നിന്ന് സാക്ഷ്യം പറയാൻ മാതാവും ഈശോയും അനുഗ്രഹിച്ച നന്മയെ ഓർത്ത് നന്ദി പറയുന്നു. എൻ്റെ പേര് ഷാനി മത്തായി. ഞാൻ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ നിന്ന് വരുന്നു. ഞാൻ ഈ വർഷം ഫെബ്രുവരി 3 ഉടമ്പടി എടുത്തത്. ഞാനൊരു നേഴ്സാണ്. 7 വർഷമായിട്ട് എനിക്ക് ഗ്യാപ്പാണ്. ഞാൻ ജോലിക്ക് പോകുന്നില്ല. ഹസ്ബൻഡ് പുറത്ത് വർക്ക് ചെയ്യുന്നു, ഷിപ്പിൽ വർക്ക് ചെയ്യുന്നു. എനിക്ക് ഹസ്ബൻഡിൻ്റെ പേരൻസ് മരിച്ചുപോയി. മക്കളുണ്ട് 2 പേര്. അവരെ നോക്കുവാൻ വേണ്ടിയിട്ടുള്ളത് കൊണ്ട് ഞാൻ ജോലിക്ക് പോകുന്നില്ല. ഞാനപ്പോൾ 2024 ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തെക്കുറിച്ച് കേൾക്കുന്നത്. അത് ഞാനിങ്ങനെ മൊബൈൽ നോക്കുമ്പോൾ മൊബൈലിൽ കൃപാസനത്തിൻ്റെ സാക്ഷ്യങ്ങളും ധ്യാനങ്ങളും ഒക്കെ വരുന്നു. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ എനിക്ക് മാതാവ് എൻ്റെ മനസ്സിലിങ്ങനെ പറയുന്ന പോലെ ഇവിടെ വരണം, ഇവിടെ ഒന്ന് വന്ന് പ്രാർത്ഥിക്കണം, അങ്ങനെ എന്തോ ഒരു ഉള്ളിലിരുന്ന് ആരോ പറയുന്ന പോലെ തോന്നുന്നു. അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, തന്നെ പോകണ്ട, ഞാനും വരാം, അപ്പോൾ ലീവിന് വരുമ്പോൾ ഞാനും കൂടെ വരാം, ഒന്നിച്ച് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോൾ ഹസ്ബൻഡിന് 2025 ജാനുവരിയിലാണ് ലീവുള്ളത്. അങ്ങനെ ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞെങ്കിലും പക്ഷേ എൻ്റെ മനസ്സിലെന്തോ ഇങ്ങനെ ഇവിടെ വരണം എന്നുള്ളൊരു ഭയങ്കര ഒരു വല്ലാത്തൊരു ഇതായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഒരു ദിവസം ജോസഫ് അച്ഛൻ്റെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ പറഞ്ഞു, ആരോ പറയുന്നു, നീ നിൻ്റെ നിയോഗങ്ങൾ എഴുതിയിടാൻ പറയുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലൊരു ചെറിയൊരു ഡയറി ഉണ്ടായിരുന്നു. ആ ഡയറി ഞാൻ ഓപ്പൺ ചെയ്ത് ഒരു ഡേറ്റ് വന്നു. ആ ഡേറ്റൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ ആ പേജിൽ എൻ്റെ 6 നിയോഗങ്ങൾ എഴുതി. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ പുതുക്കുമ്പോഴും എൻ്റെ നിയോഗത്തിൽ എഴുതിയിരിക്കുന്നത് പിതാവിലും പുത്രനും പരിശുദ്ധാത്മാവിലും പരിശുദ്ധ മാതാവിലും അടിയുറച്ച് വിശ്വസിക്കാനും വിശ്വാസത്തോടെ ഇനിയുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നെ അനുഗ്രഹിക്കണമേ, എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ എന്നായിരുന്നു എൻ്റെ ആദ്യത്തെ നിയോഗം. അതിനുശേഷം എൻ്റെ ഉള്ളൊരു നിയോഗം, ഞാൻ 7 വർഷം എനിക്ക് ഗ്യാപ്പുണ്ട്. അപ്പോൾ എനിക്ക് ജോലിക്ക് തന്നെ താമസിക്കുന്നതുകൊണ്ട് എനിക്കൊരു ജോലി വേണം, അതും എൻ്റെ മക്കളുടെ കൂടെ എൻ്റെ കുടുംബത്തിൻ്റെ കൂടെ എനിക്കൊരു ജോലി വേണമെന്നുള്ളൊരു വളരെ ഭയങ്കരമായൊരു ആഗ്രഹമുണ്ടായിരുന്നു. അതും ഞാൻ ആ നിയോഗത്തിൽ വെച്ച് എഴുതി. അങ്ങനെ ഞാൻ 6 നിയോഗങ്ങൾ എഴുതി ആ ഡയറി എടുത്തു വെച്ചു. അത് ഞാൻ പ്രാർത്ഥിക്കുന്ന ആ ടേബിളിൽ വെച്ചു. എന്നും പ്രാർത്ഥിക്കുമ്പോൾ അത് കാണും ഞാൻ. അങ്ങനെ 2025 ഫെബ്രുവരിയിൽ ഞാനിവിടെ വന്നു, ഹസ്ബൻഡും ഞാനിവിടെ വന്നു, ഉടമ്പടി എടുത്ത് ഞാൻ OET പോവാൻ വേണ്ടിയിട്ട് OET പോയി ജോയിൻ ചെയ്തു. OET ചെന്നപ്പോൾ അവിടെ അവർ കോച്ചിങ് സെൻറ്ററിൽ ചെന്നപ്പോൾ തന്നെ അവർ പറയുന്നു, ഇപ്പോൾ OET എഴുതിയിട്ട് കാര്യമില്ല, എല്ലാം നിങ്ങൾക്കറിയാം, ഇപ്പോൾ എല്ലായിടത്തും ക്ലോസായി വരുവാണ്, അപ്പോൾ OET കാര്യമില്ലാന്ന് ഇങ്ങനെ പറയുന്നു. അപ്പം അങ്ങനെയൊക്കെ അതൊക്കെ വെച്ച് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുകയാണ് മാതാവിനോട്, എന്താണ് എനിക്കൊരു വഴി നീ കാണിച്ചു തരണം, എന്താ ഞാൻ ചെയ്യേണ്ടതെന്നൊന്ന് നീ കാണിച്ചു തരണം എന്നെന്നും ഞാൻ പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ദിവസം ഹസ്ബൻഡ് ഒരു ആഡ് കാണുകയാണ്, ഒമാൻ MOUൻ്റെ ഒരു ആഡ് കണ്ടു. 4 വർഷം എക്സ്പീരിയൻസ് എന്ന് മാത്രം അതിനകത്ത് കണ്ടോളൂ. ഹസ്ബൻഡ് എന്നോടൊന്നും ചോദിച്ചില്ല, ഒരു CV അയച്ചു. ഏജൻസിയിൽ നിന്ന് എന്നെ വിളിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ ഒരു CV അയച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ അപ്പോൾ ഗ്യാപ്പ് പ്രശ്നമല്ല എന്ന് പറഞ്ഞു. അവർ ഇൻ്റർവ്യൂവിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. അങ്ങനെ പിന്നെ നടക്കുന്നതെല്ലാം
സമയചുരുക്കം എന്ന് പറയുന്ന പോലെ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്നു. ഷോർട്ട് ലിസ്റ്റ് ചെയ്തു, എന്നോട് എക്സാം എഴുതാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ MOU എക്സാം ഒമാൻ്റെ എക്സാം എഴുതാൻ വന്നു. എക്സാമിന് ഡേറ്റ് എടുത്തു. എക്സാമിന് ഹോൾ ടിക്കറ്റും കൊണ്ട് ഇവിടെ വന്നു. ഞാൻ മാതാവിനെ വന്ന് കണ്ട് പ്രാർത്ഥിച്ചു. തിരിച്ചു പോയി എക്സാം എഴുതി. എക്സാമിന് ഇപ്പോഴൊക്കെ ഞാൻ മാതാവിൻ്റെ തൈലവും വിശുദ്ധ തൈലവും ഉപ്പും എല്ലാം ഉപയോഗിച്ച് എക്സാം അറ്റൻഡ് ചെയ്തു. എക്സാമിന് ഞാൻ പാസ്സായി. അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂവിന് ഡേറ്റ് അവർ ആദ്യം പറഞ്ഞു മെയ്യിൽ വരുമെന്ന് പറഞ്ഞു. ജൂൺ ആദ്യമായി, ജൂണിന് വന്നില്ല. ജൂൺ ഒരു പകുതിയായിട്ട് ഇൻ്റർവ്യൂവിന് ഡേറ്റ് വരുന്നില്ല. അപ്പം ഞാൻ ഇത്രയും വർഷം ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് എന്തെങ്കിലും ഇൻ്റർവ്യൂ അടുത്ത് വരുമെന്നറിയുന്നതുകൊണ്ട് ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഞാൻ എൻ്റെ മൊബൈലിലേക്ക് ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് എന്ന് പറഞ്ഞ പേജ് വരുന്നത്. ആ പേജ് കണ്ടപ്പോൾ ഞാൻ അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്. പെട്ടെന്ന് ഞാനൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് ഞാൻ പ്രെയർ റിക്വസ്റ്റ് ഇട്ടു. മാതാവേ, എൻ്റെ ഹസ്ബൻഡ് 1 ജൂലൈ 1 പോകും. ഹസ്ബൻഡ് പോകുന്നതിന് മുമ്പ് എനിക്കൊരു ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്ത് തരണേ എന്ന് പറഞ്ഞ് ഞാൻ ജൂൺ 15 ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടു. തൊട്ട് പിറ്റേ ദിവസം എനിക്ക് ഡേറ്റ് ഏജൻസിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു 30/6, അതായത് ഹസ്ബൻഡ് പോണതിൻ്റെ തലേ ദിവസം മാതാവ് എനിക്ക് ഇൻ്റർവ്യൂവിന് ഡേറ്റ് തന്നു. ഇൻ്റർവ്യൂവിന് ഡേറ്റ് വന്നു. ഞാൻ അങ്ങനെ ഇവിടെ വന്നു പ്രാർത്ഥിച്ചു. ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. മാതാവിന് പാസ്പോർട്ടെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇൻ്റർവ്യൂവിൻ്റെ അന്ന് രാവിലെ പ്രാർത്ഥിച്ച് വിശുദ്ധ തൈലവും ഉപ്പും എല്ലാം എടുത്ത് ഞാൻ പ്രാർത്ഥിച്ച് ഇറങ്ങിയപ്പോൾ ഞാൻ മാതാവിനോട് ഒന്നേ പറഞ്ഞുള്ളൂ, നീ എനിക്ക് തരുന്നതാണെങ്കിൽ മാത്രം, നീയാണിത് ഇവിടം വരെ എത്തിച്ചത്. എൻ്റെ മെറിറ്റിലല്ല, നിൻ്റെ ഗ്രേസിൽ മാത്രമാണിത് കിട്ടുന്നത്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. 7 വർഷം ഗ്യാപ്പുള്ള എനിക്ക് ഇത് തരുന്നത് നീയാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. എനിക്കറിയില്ല, എനിക്കൊരു അടയാളം നീ തരണമെന്ന് മാത്രം ഞാൻ പ്രാർത്ഥിച്ചു വീട്ടിൽ നിന്ന് ഇറങ്ങി. അവിടെ ചെന്നപ്പോൾ ഞാൻ അറിയുന്നു ഒരു ഒമാനി ലേഡിയാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നതെന്ന്. ഞാൻ ചെന്നു. ഇൻ്റർവ്യൂവിന് കയറിയപ്പോൾ ഒരു പിങ്ക് കളറ് ഡ്രസ്സിട്ട് അവർ തട്ടമൊക്കെ ഇടുമ്പോൾ, പക്ഷെ മാതാവ് തലയിൽ ഇട്ടിരിക്കുന്ന പോലെ എനിക്ക് തോന്നി. മാതാവ് എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്നത് പോലെ ഭയങ്കര നല്ല രീതിയിൽ അവരെന്നെ ഇൻ്റർവ്യൂ ചെയ്തു. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇൻ്റർവ്യൂ പാസ്സായില്ല എങ്കിൽ കുഴപ്പമില്ല, ഭയങ്കര ഹാപ്പിയായി ഞാൻ പുറത്തിറങ്ങി. ഞാൻ ഇൻ്റർവ്യൂവിനെ കുറിച്ചൊന്നും അതിൻ്റെ റിസൾട്ടിനെ കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കുന്നേയില്ല. അത് കഴിഞ്ഞ് ഞാൻ പിറ്റേ ദിവസം ഹസ്ബൻഡ് പോയി. അതിൻ്റെ തൊട്ട് പിറ്റേ ദിവസം എനിക്ക് റിസൾട്ട് വന്നു. ഞാൻ പാസ്സായി, ഇൻ്റർവ്യൂ പാസ്സായി. അതും 3 പേരിൽ, ആദ്യത്തെ 3 പേരിൽ ഒരാളായി എന്നെ മാതാവ് അവിടെ ഉയർത്തി. കാരണം എൻ്റെ മെറിറ്റിലല്ല, മാതാവിൻ്റെ ഗ്രേസിലാണ് ഞാനത് എന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്നു. അങ്ങനെ ഇൻ്റർവ്യൂ എനിക്ക് കിട്ടി. അന്ന് ജൂലൈ 2 ഡേറ്റ്. ഈ ജൂലൈ 2 എന്നോട് മെഡിക്കൽ എടുക്കാൻ പറഞ്ഞു. തൊട്ട് പിറ്റേ ദിവസം ജൂലൈ 3 ജൂലൈ 3 എനിക്ക് വളരെ വിലപ്പെട്ട ദിവസമാണ്. മാതാവ് എനിക്ക് തന്ന ദിവസമാണ്. കാരണം ഞാൻ ഇതിനു മുമ്പ് 2024 ഞാനൊരു ഡേറ്റിൽ, ഒരു ഡയറിയിലൊരു ഡേറ്റിൽ ഞാൻ എൻ്റെ നിയോഗങ്ങൾ എഴുതിയെന്ന് പറഞ്ഞില്ല. അത് അന്ന് ജൂലൈ 3 അത് ഞാൻ അന്ന് അറിഞ്ഞിരുന്നില്ല. ഈ 3 എനിക്ക് 12 മണിക്ക് ഞാൻ അന്നാ എഴുതിയ അതേ സമയത്ത് എനിക്ക് ഓഫർ ലെറ്റർ എൻ്റെ കയ്യിൽ തന്നു മാതാവ്. അതെൻ്റെ മാതാവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അന്ന് എനിക്ക് ഓഫർ ലെറ്റർ കിട്ടി. ഞാൻ മെഡിക്കൽ എടുക്കാൻ ചെന്നു. മെഡിക്കലിന് ഫസ്റ്റ് ചെന്നപ്പോൾ എനിക്ക് അവിടെ മെഡിക്കൽ ഫിറ്റായില്ല. കാരണം ചെറിയ ചെസ്റ്റ് പാച്ചസ് പറഞ്ഞു. ഇവിടെ വന്നു ഞാൻ പ്രാർത്ഥിച്ചു. ഉടമ്പടി തൈലം തേച്ചു. റൈറ്റ് ചെസ്റ്റ് സൈഡിലാണ് പാച്ച് പറഞ്ഞത്. ഞാനിവിടെ വന്ന് മാതാവിനെ കണ്ടു, മാതാവിന് പ്രാർത്ഥിച്ചു, ഉടമ്പടി തൈലം തേച്ച് എന്നും പ്രാർത്ഥിച്ചു. 7 ദിവസം കഴിഞ്ഞ് വീണ്ടും ഞാൻ മെഡിക്കൽ എടുത്തു. ഫിറ്റായി. ഞാൻ വീണ്ടും വിസയ്ക്ക് വെച്ചു. മെഡിക്കൽ വിസയ്ക്ക് വെച്ചിട്ട് 1 മാസമായി, 2 മാസമായി. ഈ മെഡിക്കലിനാണ് എക്സ്പയറി 2 മാസമുള്ളൂ. 2 മാസം കഴിഞ്ഞു. 2.5 മാസമായപ്പോൾ വീണ്ടും അവരെന്നോടുത്ത് വീണ്ടും റീമെഡിക്കൽ എടുക്കാൻ പറഞ്ഞു. റീമെഡിക്കൽ എടുത്തു, സബ്മിറ്റ് ചെയ്തു. വിസ വരുന്നില്ല. എല്ലാവർക്കും സബ്മിറ്റ് ചെയ്ത് പിറ്റേ ദിവസം വിസ വരുന്നു. വീണ്ടും എനിക്ക് 1.5 ആഴ്ചയായിട്ടും വിസ വരുന്നില്ല.
ഞാനത് ഇവിടെ വന്നു, ജോസഫ് അച്ഛനെ വന്ന് കണ്ടു. ജോസഫ് അച്ഛൻ പ്രാർത്ഥിച്ചു. ഞാൻ തിരിച്ചു പോയി. എനിക്ക് ഇന്നലെ വിസ വന്നു. ഒമാൻ MOUൻ്റെ വിസയാണ് വന്നിരിക്കുന്നത്. അപ്പം മാതാവ് എനിക്ക് തന്നത് വലിയ കാര്യമാണ്. കാരണം ഞാൻ എൻ്റെ കുടുംബത്തോടൊന്നിച്ച്, എൻ്റെ മക്കളെയോടൊന്നിച്ച് എനിക്ക് അങ്ങനെ ജോലിക്ക് പോകാൻ പറ്റും. അപ്പോൾ ഒരുമിച്ച് നിന്ന് ഒരു ജോലി വേണമെന്നേ ആഗ്രഹിച്ചുള്ളൂ. മാതാവ് അതെനിക്ക് തന്നു. ഇത് ഫാമിലി വിസയുണ്ട്, മക്കളെ കൊണ്ടാവാം, ഹസ്ബൻഡിന് പോരാം, എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് എൻ്റെ ജോലി, എൻ്റെ കരിയറും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വലിയൊരു അനുഗ്രഹമാണ് എനിക്ക് മാതാവ് തന്നത്. അതെൻ്റെ മെറിറ്റിലല്ല, മാതാവിൻ്റെ ഗ്രേസിലും ഈശോയുടെ ഗ്രേസിലും മാത്രമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ കാരുണ്യപ്രവൃത്തിയായിട്ട് ചെയ്യുന്നത്, ഹസ്ബൻഡിന് ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ അവിടെ അറിയുന്ന ആൾക്കാർക്ക്, നമ്മുടെ അവിടെ അടുത്തുള്ള വീടുകളിലൊക്കെ ഉള്ള പാവപ്പെട്ട ആൾക്കാർക്ക് എന്തെങ്കിലും ട്രാൻസ്പ്ലാന്റ്, ലിവർ ട്രാൻസ്പ്ലാന്റ്, കിഡ്നി ട്രാൻസ്പ്ലാന്റ് അങ്ങനെയൊക്കെ വേണ്ടിയിട്ട് നമ്മളൊരു ധനസഹായമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ അതിലേക്ക് അവർ ഓരോ ആൾക്കാർക്കുടെ പേര് പറയും, അതനുസരിച്ച് നമ്മൾക്ക് പറ്റാവുന്നത് ഓരോ മാസവും ചിലപ്പോൾ ആഴ്ചകളിൽ അങ്ങനെയൊക്കെ നമ്മൾ അതിലേക്ക് പൈസയായിട്ടൊക്കെ നമ്മൾ കൊടുക്കും. പിന്നെ എല്ലാ ആഴ്ചയിലും ഞാൻ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം ഞാൻ 5 പൊതി ചോറ് ഉണ്ടാക്കി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി കൊടുക്കും. അതുപോലെ ഞാൻ ഇവിടെ നിന്ന് പ്രേക്ഷിത പ്രവർത്തനം എല്ലാ മാസവും ഞാൻ ഇവിടെ വരും. ഇവിടെ വന്ന് പത്രം മേടിച്ച് മെഡിക്കൽ കോളേജിൽ രോഗികളുടെ അടുത്ത് പോയി പറഞ്ഞ് എനിക്ക് കിട്ടിയ എൻ്റെ മാതാവ് തന്ന അനുഗ്രഹങ്ങളെ പറഞ്ഞ് അതെല്ലാം ഇവിടുത്തെ സാക്ഷ്യങ്ങളും പറഞ്ഞ് ഞാൻ പത്രം കൊടുക്കും. അതുപോലെ ഞാൻ ഒരു അനാഥാലയത്തിൽ, ഒരു അമ്മച്ചിമാർ മാത്രമുള്ള ഒരു അനാഥാലയമാണ്. അവിടെ ഞാൻ പോയി ഇവിടെ നിന്നുള്ള ഉപ്പ്, അതുപോലെ ഇവിടുത്തെ കൊന്തയെല്ലാം മേടിച്ച് അവർക്ക് കൊണ്ടുപോയി കൊടുത്ത് അവരോട് കൂടെ കുറേ നേരമൊക്കെ സ്പെൻഡ് ചെയ്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ ഇതെല്ലാമാണ് എൻ്റെ കാരുണ്യ പ്രവൃത്തികൾ. എല്ലാ ധ്യാനം എല്ലാം മുടങ്ങാതെ കൂടും. അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും കൂടും. എല്ലാ ദിവസവും കൊന്ത എത്തിക്കും. പിന്നെ ഈ ഉടമ്പടിക്ക് മുമ്പുണ്ടായ കാലവും ഉടമ്പടിക്ക് ശേഷം എന്നും ഞാൻ പറയും. കാരണം ഉടമ്പടിക്ക് മുമ്പ് ഞാൻ ഒരു ക്രിസ്ത്യാനിയാണോ എന്ന് ചോദിച്ചാൽ പേരിനാണെന്ന് പറയും. ജസ്റ്റ് പള്ളിയിൽ പോവും, ഞായറാഴ്ച ചിലപ്പോൾ ഒക്കെ പോവും, ചിലപ്പോൾ ഒന്നും പോവില്ല, മക്കളുണ്ട് അല്ലെങ്കിൽ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് പോവാതിരിക്കുന്നതായിരുന്നു എൻ്റെ കൂടുതലും കാര്യങ്ങൾ. പക്ഷേ ഇപ്പോൾ ഞാൻ പള്ളിയിൽ പോകാൻ വേണ്ടി പ്രത്യേകം എനിക്ക് സമയം കണ്ടെത്തുന്നു. കുർബാനയ്ക്ക് പോകാൻ സമയം കണ്ടെത്തുന്നു. 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിച്ച് കുർബാന കൊള്ളുന്നു. എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നു. അങ്ങനെ ഒരു ചിട്ടയായ ജീവിതത്തിലേക്ക് ആത്മീയമായി ചിട്ട വന്നു എന്ന് പറയാം. അതുപോലെ ഉടമ്പടിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊരു ഒരു കൂടെ ഒരാളുണ്ട്, തനിച്ചല്ല. എൻ്റെ കൂടെ അമ്മയും ഈശോയും ഉണ്ട്. എന്ത് പ്രതിസന്ധികളിലും എനിക്ക് മുന്നോട്ട് പോവാനായിട്ടുള്ള ഒരാൾ കൂടെ ഉണ്ടെന്ന് പൂർണ്ണമായും വിശ്വാസത്തോടെ മുന്നോട്ട് പോവാൻ സാധിക്കുന്നു. അതാണ് എനിക്ക് ഉടമ്പടിക്ക് ശേഷം ഏറ്റവും കൂടുതലുണ്ടായത്. പിന്നെ ദൈവത്തോട് കൂടുതൽ, ദൈവത്തെ സ്നേഹിക്കാനും ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാനുമുള്ള ഒരു ഏറ്റവും വലിയൊരു അനുഗ്രഹം കിട്ടിയതുപോലെ എനിക്ക് തോന്നുന്നു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ചോദിക്കും മാതാവിനും കോടാനുകൂടി നന്ദി. എൻ്റെ പേര് മേരി സിംസി. ഞാൻ ചേർത്തല തങ്കിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2023 മെയ് 6 ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ഉടമ്പടി എടുക്കുന്ന സമയത്ത് എനിക്ക് കുഞ്ഞൊക്കെ ജനിച്ചു കഴിഞ്ഞ് ജോലിക്കൊന്നും കുഞ്ഞിനായിട്ട് ഇട്ടിട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ വീട്ടിലിരിക്കുമ്പോൾ അതും എനിക്ക് ബുദ്ധിമുട്ടായിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. ജോലികളൊക്കെ കഴിയുമ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ ഭയങ്കര മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളായിരുന്നു. അപ്പോൾ ജോലിക്ക് പോകണമെന്ന് തന്നെ എനിക്കിങ്ങനെ ഞാൻ എന്നും പ്രാർത്ഥിക്കും മാതാവിനോട്. അപ്പം ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല. ഒരുപാട് പ്രാവശ്യം ഉടമ്പടി എടുക്കാൻ ഞാൻ ശ്രമിച്ചെങ്കിലും എന്നെക്കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നില്ല. ഇവിടെ വരെ എത്തിപ്പെടാൻ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ഞാനൊരു ദിവസം വന്നു, ഉടമ്പടി എടുത്തു. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ വേറൊന്നുമല്ല, എനിക്കെൻ്റെ കുഞ്ഞിനായിട്ട് ജോലി ചെയ്യണം, കുഞ്ഞുമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ എനിക്ക്. അതിന് എന്താ വെച്ചാൽ നീ എനിക്ക് ചെയ്തു തരണമെന്ന് പറഞ്ഞു. ഡേറ്റ് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്കൊരു പ്ലാൻ വന്നു. ഇവിടെ വന്നപ്പോൾ ഒരു ഡേ കെയർ തുടങ്ങിയാലോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. എന്നിട്ട് ഞാനൊരു ഡേറ്റ് വെച്ചു, ജൂൺ 7 എനിക്ക് ഡേ കെയർ തുടങ്ങണം. എനിക്ക് എന്താണെന്നറിയില്ല, നീ എന്താ വെച്ചാൽ ചെയ്തു തരണമെന്ന് ഞാൻ പറഞ്ഞു. ജൂൺ 7 ഞാൻ ഡേ കെയർ തുടങ്ങി.
ഇന്നിപ്പോൾ 2.5 വർഷമായിട്ട് ഞാൻ ഡേ കെയർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ മാതാവിനെ ഒരു ടീച്ചറും കൂടി ആക്കി തന്നു. കുഞ്ഞിനെ ഇട്ടുകൊണ്ട് ഡേ കെയർ നോക്കിക്കൊണ്ട് എങ്ങനെ പഠിച്ചൊരു ടീച്ചറാവുമെന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ലായിരുന്നു. ഇപ്പം ഞാൻ സർട്ടിഫിക്കറ്റോടു കൂടി ഞാനൊരു ടീച്ചറാണ്. അത് പറയുമ്പോഴും എനിക്ക് ഒരുപാട് അഭിമാനവും മാതാവിനോട് ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ കൂടെ ആ മാതാവെന്ന് എപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. എൻ്റെ പേരിൻ്റെ കൂടെ മേരിയുണ്ട്. അതുപോലെ എൻ്റെ ഓരോ ചെറിയ കാര്യത്തിനും എൻ്റെ കൂടെ മാതാവ് ഉണ്ടാവാറുണ്ട്. അതുപോലെ ഞാൻ ലൈസൻസിന് ചേർന്നിട്ട് ഡ്രൈവിങ് പഠിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ വണ്ടി ഇടിപ്പിച്ചു. അപ്പം തന്നെ എൻ്റെ എല്ലാ കോൺഫിഡൻസും പോയി. എനിക്ക് കിട്ടില്ല, എനിക്ക് ലൈസൻസ് ഒന്നും കിട്ടില്ല എന്ന രീതിക്ക് ഞാൻ ടെസ്റ്റിന് പോയി. ടെസ്റ്റിന് ചെന്നപ്പോൾ എനിക്ക് ഒരു തരം പരിചയമില്ലാത്തൊരു വണ്ടിയാണ് എനിക്കവർ ടെസ്റ്റിനായിട്ട് തന്നത്. ഒരു പ്രാവശ്യമേ എനിക്കത് ട്രയൽ ചെയ്ത് നോക്കാൻ പോലും പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഓർത്ത്, ഞാൻ പോയി എൻ്റെ പേപ്പർ മേടിക്കുന്ന സാറ് വരെ പറഞ്ഞു അതിപ്പോൾ ഫെയിലായിട്ട് വരുമോ രീതിക്ക് പുള്ളി പറഞ്ഞു വിട്ടതാണ്. ഞാൻ പക്ഷേ ടെസ്റ്റിന് വണ്ടിയിലോട്ട് കയറിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഞാനൊന്നും ചെയ്തില്ല. എനിക്ക് ഇപ്പോഴും അത്ഭുതമാണത്. ഞാൻ അവിടെ പോയി ഇരുന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. മാതാവ് തനിയെ എന്നെ കറക്കി കൊണ്ടുവന്ന് അവിടെ നിർത്തുമായിരുന്നു. ഞാനായിട്ടൊന്നും ചെയ്തിട്ടില്ല. ലൈസൻസ് എടുക്കുന്നതിൽ പോയി ഇരിക്കുമ്പോൾ ഞാനൊന്നും ചെയ്തില്ല. മാതാവ് തന്നെയാണ് ആരോ ഓടിച്ച് എന്നെ അവിടെ എത്തിച്ചു എന്ന പോലെ എനിക്ക് തോന്നിയത്. ഞാനായിട്ടൊന്നും ചെയ്തില്ല. എൻ്റെ മാതാവ് എനിക്ക് ലൈസൻസ് ഒറ്റ ചാൻസിൽ തന്നെ എന്നെ പാസ്സാക്കി തന്നു. എൻ്റെ കുഞ്ഞിൻ്റെ മുഖത്ത് ചെറിയ വെള്ളപ്പാടുകൾ വരുമായിരുന്നു. മരുന്ന് വാങ്ങിക്കും, അത് മാറും, അത് കഴിഞ്ഞ് വീണ്ടും വരുമായിരുന്നു. അത് തൈലം പുരട്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഇന്ന് വരെ 2.5 വർഷമായിട്ട് ഇന്ന് വരെ അവളുടെ മുഖത്ത് ആ പാട് ഇതുവരെ വന്നിട്ടില്ല. എൻ്റെ മോൾക്കും അതുപോലെ തന്നെ വിശ്വാസമാണ്. എന്തവൾക്ക് മേലാതെ വന്നാലും ആദ്യമേ അവൾ പോയി തൈലമാണ് എടുത്ത് തൂക്കുന്നത്. എനിക്ക് വയ്യാതെ വന്നാലും ഓടിപ്പോയി അതെടുത്തോണ്ട് വരും. അമ്മ തേക്കമ്മയെന്ന് പറഞ്ഞിട്ട് അതെനിക്ക് തേച്ച് തരും. എൻ്റെ മോൾക്കും അതിൻ്റെ എല്ലാ വിശ്വാസവും ഉണ്ട്. അതുപോലെ എൻ്റെ ഭർത്താവിനും വിശ്വാസമുണ്ട്. പക്ഷേ ഇവിടെ വരാനൊന്നും പറഞ്ഞാൽ വരില്ലായിരുന്നു. ഇപ്പോഴും എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അല്ലാതെ ഒരുപാട് പ്രാവശ്യം ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ വരും. ഞങ്ങൾക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും ഞാൻ ആദ്യം ഓടി ഇവിടെയാണ് വന്നത്. എൻ്റെ ഒരു ചെറിയ കാര്യങ്ങൾ പോലും എനിക്ക് മാതാവ് നടത്തി തരാതിരിക്കത്തില്ല. ഞാൻ എന്ത് പറഞ്ഞാലും എനിക്ക് വിഷമം കൂടി വന്നാൽ ഞാൻ ഓടി ഇവിടെ വരും. എത്ര രാത്രിയാണെങ്കിലും ഞാൻ ഓടി വരും. ഓടി വന്ന് വാതിക്കൽ നിന്നാണെങ്കിലും പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോകും. അതെനിക്ക് നടത്തിത്തരും. കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലൊക്കെ പോകാറുണ്ട്. അവിടെ പോയി പത്രം കൊടുത്ത് അവരോട് സംസാരിക്കുകയും അവർക്ക് എന്താണോ ആവശ്യമെന്ന് വെച്ചാൽ എന്നെക്കൊണ്ട് എന്തോ സാധിക്കും അതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. അതുപോലെ ഡേ കെയറിൽ വരുന്ന പാവപ്പെട്ട കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഞാൻ ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്തു കൊടുക്കും. അതുപോലെ മാതാവിനെ പറ്റി പറയാൻ പറ്റുന്ന ഒരു അവസരം പോലും ഞാൻ പാഴാക്കത്തില്ല. എല്ലാവരോടും ഞാൻ മാതാവിനെ പറ്റി എപ്പോഴും പറയും. ഞാൻ വിഷമിച്ചിരിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ ആശ്വാസം കൊടുക്കുന്ന മാതാവിൻ്റെ കാര്യവും പറഞ്ഞാണ്. അത് ഒരു ജാതിയും നോക്കാതെ എല്ലാവരോടും ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് എപ്പോഴും. 1000 നന്ദിയാണ് എനിക്ക് മാതാവിനോട് പറയാനുള്ളത്. എനിക്കിവിടെ നിൽക്കാനുള്ള അവസരം മാതാവ് ഉണ്ടാക്കി തന്നതിനും ഇതുപോലെ ഇത്ര ആൾക്കാരുടെ മുന്നിലൊന്നും ഞാൻ ഇതുവരെ സംസാരിച്ചിട്ടില്ല. ഇതെല്ലാം എനിക്ക് പറയാൻ പറ്റിയതിന് മാതാവിന് 1000 നന്ദി.